ഈ പുഴയും കടന്ന് വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അച്ചമ്മയാണെങ്കിൽ വിനീതിനെ ഗംഗയും കൂടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാൻ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പം രണ്ടുപേരും കൂടെ പോകുകയാണ്. പോകുന്ന വഴിയിൽ വിനീത് ഓരോ കാര്യങ്ങൾ പറയുമ്പം അതൊന്നും ഗംഗയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. തയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം വിനീത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പം പണ്ട് ഗംഗ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ഈ പുഷ്പവാടി കടന്ന് എനിക്ക് ദൂരേക്ക് പോകണം, പുറത്തൊരാളെ കല്യാണം കഴിക്കണം, അപ്പം പുതിയ ബന്ധുക്കൾ, പുതിയ സ്ഥലങ്ങൾ അതൊക്കെ കാണണം എന്ന് പറഞ്ഞ കാര്യം ഇങ്ങനെ ആലോചിക്കുകയാണ്. പക്ഷേ ഗംഗയ്ക്ക് വിനീതിനെ കല്യാണം കഴിക്കേണ്ടി വന്നു. വിനീതാണെങ്കിൽ പുഷ്പവാടിയിലെ കാര്യവും അവിടുത്തെ തയ്യൽ മെഷീൻ ശരിയാക്കുന്ന കാര്യവും സാധനങ്ങൾ വാങ്ങിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഗംഗയ്ക്ക് എന്തോ ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. ഗംഗ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് വിനീതേട്ടാ നമ്മൾ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം വിനീത് പറയാണ്, നമ്മുടെ കടയിൽ ചെന്നിട്ട് നമുക്ക് പോകാം, എന്തായാലും നമ്മുടെ കടയിൽ വരെ നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കടയിൽ അടുത്ത് ചെല്ലുമ്പോൾ വിനീത് പറയാണ്, നമുക്ക് കടയിലൊന്ന് കയറാൻ ഗംഗയെ എന്ന് പറയാണ്. അങ്ങനെ ഗംഗയും വിളിച്ചുകൊണ്ട് കടയിലേക്ക് കയറുകയാണ്. ഗംഗയ്ക്ക് താല്പര്യമൊന്നുമില്ല, എന്നാലും വിനീത് വിളിച്ചത് കൊണ്ട് ഗംഗ കയറുകയാണ്. അങ്ങനെ കടയിൽ ചെല്ലുന്നതിന് ശേഷം അപ്പോൾ സലീമൊക്കെ അവിടെ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ചെല്ലുമ്പോഴും തയ്യൽ മെഷീൻ്റെ കാര്യവും ഇത് അരവിന്ദ മാമ വാങ്ങിച്ചു തന്ന തയ്യൽ മെഷീനാണെന്ന് പറഞ്ഞ് തയ്യൽ മെഷീൻ കാണിച്ചു കൊടുക്കുകയും ഇപ്പോൾ ഗംഗയടുത്ത് അവിടെ വന്നിരുന്ന് ഒന്ന് തയ്ക്കാനൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഗംഗയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ഗംഗ വിനീത് പറയുന്നത് കൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് ഗംഗയടുത്ത് പറയുന്നുണ്ട്, ഇനി ഇവിടെ ലേഡീസിൻ്റെയും സ്റ്റിച്ചിങ് തുടങ്ങണം, ഗംഗ ഉണ്ടല്ലോ അവിടെ ഗംഗ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യണം, ഇവിടെ ഞാനിരുന്ന് സ്റ്റിച്ച് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഗംഗയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ഗംഗ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കാവേരി നിവിനും കൂടെ ആ തോട്ടത്തിലൊക്കെ കറങ്ങി കിടക്കുകയാണ്. അപ്പം കാവേരിക്കാണെങ്കിൽ നല്ല വിഷമമുണ്ട്. കാവേരി പറയുന്നുണ്ട്, ഇവിടെ ഇതിനു മുമ്പ് അച്ഛൻ കൊണ്ടുവന്നപ്പം അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഈ തോട്ടം വാങ്ങിച്ചെന്ന. അപ്പോൾ നിവിൻ പറയുന്നുണ്ട്, ഇപ്പം ഇവിടെ വൈകാര്യമായി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, ഇപ്പം ഇതിൻ്റെ തെളിവ് കണ്ടെത്തണം, സത്യാവസ്ഥ കണ്ടെത്തണം എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട്. അപ്പം അവിടെ എല്ലാം അവർ തോട്ടത്തിലെല്ലാം കറങ്ങി കിടക്കുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട്, എന്തായാലും ഇവിടെ ഇതെല്ലാം നോക്കി നിർത്താൻ ഒരാൾ കാണുമല്ലോ, അയാൾ ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് നിവിനാണെങ്കിൽ കാവേരിയും വിളിച്ചോട്ട് പോകുന്നുണ്ട്. അങ്ങനെ അയാളെ കാണുന്നുണ്ട്. അപ്പം കാണുമ്പോൾ കാവേരി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. കാവേരി അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല ഒരു കാര്യം അറിയാനാണ് വന്നത്, ഈ തോട്ടത്തിൻ്റെ ഉടമ ആരാ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് കേൾക്കുമ്പോൾ അയാളൊന്ന് തല കുനിച്ചിരിക്കുന്നുണ്ട്. പറ, ആരാന്ന് അറിയാവോ എന്ന് ചോദിക്കുകയാണ്. എന്താ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതൊരു ആവശ്യത്തിന് ആരാന്ന് ചോദിക്കുകയാണ് നിവിൻ വീണ്ടും. അതൊരു ജയപാലനാണെന്ന് അയാൾ കള്ളം പറയുകയാണ്. അപ്പോൾ കാവേരി അങ്ങ് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ കാവേരി ചോദിക്കുകയാണ്, അയാൾ തന്നെയാണോ ഈ തോട്ടം ആദ്യം വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ജയപാലൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, സാറ് വരും, സാറിനെ കണ്ട് ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ്. എനിക്കിതിക്കുള്ളൊന്നും പറയാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് അയാളങ്ങ് പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കാവേരിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. കാവേരി പറയാണ്, അയാൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട് നിവിൻ, അത് ഉറപ്പാണ്. അപ്പം നിവിൻ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ കള്ളത്തരം നടന്നിട്ടുണ്ട്, അത് കണ്ടുപിടിക്കണം കാവേരി, എന്നാലേ ഇതിൻ്റെ സത്യസന്ധത പുറത്തു വരുത്തുള്ളൂ. കാവേരിയുടെ അച്ഛനെ പറ്റിച്ചായിരിക്കും അങ്കള് ഇത് സ്വന്തമാക്കിയത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് നിവിൻ പറയാണ്. അപ്പോൾ കാവേരി പറയാണ്, എൻ്റെ അച്ഛനെ അയാൾ എല്ലാ രീതിയിലും പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവത്തോടെയാണ് ഞങ്ങൾ അന്ന് വീട് വിട്ടിറങ്ങേണ്ടതും വീടിന് ജപ്തി നോട്ടീസ് വന്നതെന്നൊക്കെ കാവേരി ഭയങ്കര സങ്കടത്തോടെ പറയാണ്. അപ്പം നിവിൻ പറയാണ്, ഇവിടെ സങ്കടവും അതൊന്നും ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കാവേരി, ജയപാൽ അങ്കിളിൻ്റെ കള്ളത്തരമാണെങ്കിൽ കണ്ടുപിടിച്ച് അയാളെ പൂട്ടണമെന്ന് നിവിൻ പറയാണ്. അപ്പം കാവേരി ഭയങ്കര ദേഷ്യത്തിൽ പറയാണ്, അയാളെ ഞാൻ വെറുതെ വിടത്തില്ല, അയാളെ ഞാൻ പൂട്ടുന്നുണ്ട് എന്ന് ഭയങ്കര ദേഷ്യത്തിൽ പറയാണ്. ഈ സമയത്ത് നമ്മുടെ വിനീതും ഗംഗയും കൂടെ തയ്യക്കട ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വിനീത് എങ്ങോട്ടോ പോയേക്കുന്നു. അപ്പം ഗംഗയാണെങ്കിൽ അവിടെ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. അപ്പം പുറയുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. സലീം ഇവിടെയാണ് ഇപ്പം പ്രതിഷ്ഠ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗംഗ തിരിഞ്ഞു നോക്കുമ്പം സുലോചനെ കാണുന്ന ഗംഗ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അതേപോലെ സലീമും ഞെട്ടുന്നുണ്ട്. വിനീത് അവിടെ ഇല്ല. നീ എന്താടി ഇവിടെ എന്ന് ചോദിക്കുകയാണ്. നീ ഇപ്പം ഈ കടയുടെ ഉടമസ്ഥയായില്ലേ, ഇത്രയും നാൾ പെറ്റ് വളർത്തി എൻ്റെ മോനെ നീ കൈക്കലാക്കിയപ്പം നീ വിചാരിച്ച് നീ എല്ലാത്തിൻ്റെ ഉടമയായെന്ന്, നിൻ്റെ സാരി തുമ്പില്ല അവൻ ഇപ്പം, അത് നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുകയാണ്. ഗംഗയാണെങ്കിൽ ഒന്നും മിണ്ടായിരിക്കുകയാണ്. അന്നേരം ഗംഗ പറയുകയാണ്, ഞാൻ അതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയാണ്. നീ ഒരു തെറ്റും ചെയ്തില്ലേ, നിൻ്റെ അടുത്ത് നിൻ്റെ അച്ഛനോടും അമ്മയോടത്തും വന്ന് കാല് പിടിച്ച് എൻ്റെ മോന് വേണ്ടി നിന്നെ ആലോചിച്ച്, അപ്പം നിനക്ക് പറ്റത്തില്ല, എൻ്റെ മോനെ പറ്റത്തില്ല, നിനക്ക് ഈ നാട് വിട്ട് വേറൊരുത്തനെ പോയി കല്യാണം കഴിക്കണം, എൻ്റെ മോന് ഒരു വിലയില്ലായിരുന്നു, ആരും കെട്ടാതെ വന്നപ്പം എൻ്റെ മോന് നിന്നെ കെട്ടണം ഇല്ലേ, അതല്ലേ നിൻ്റെ ആഗ്രഹം, അല്ലാതെ എൻ്റെ മോനോടൊരു സ്നേഹം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് ഒന്നും മിണ്ടുന്നില്ല. മാത്രവുമല്ല ഇപ്പം എൻ്റെ മോൻ നിൻ്റെ സാരത്തുമ്പിലെ വാലാട്ടി നടക്കുകയാണ്, മാത്രവുമല്ല ഇത്രയും നാൾ
പിടിക്കാത്ത എൻ്റെ മോൻ ഇപ്പം കള്ളും കുടിച്ച് വഴിയോരം നടക്കുകയാണ്, അതും ഞാൻ അറിയുന്നുണ്ട്. അതിനെല്ലാം കാരണക്കാരി നീയാണെന്ന് പറയുകയാണ്. ഈ താലി അവൻ്റെ താലി നിൻ്റെ കഴുത്തിൽ കയറിയപ്പം നീ വിചാരിച്ച് നീ അധികാരം അങ്ങ് സ്ഥാപിക്കാമെന്ന്. എൻ്റെ മോൻ കെട്ടി ഈ താലി കടത്തപ്പം നീ അങ്ങ് ജയിച്ചെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് സുലോചന ഗംഗയുടെ കഴുത്തിൽ കിടന്ന താലി വലിച്ചു പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതും കണ്ടുകൊണ്ടാണ് വിനീത് വരുന്നത്. വിനീതിനാകപ്പാടെ ദേഷ്യാണ് വിനീത് വരുന്നത്.